ഹലോ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന 10th ലെവൽ പ്രിലിമിനറി, LTC, LGS, VFA തുടങ്ങിയ എല്ലാ PSC പരീക്ഷകളിലും ആവർത്തിച്ച് ചോദിക്കുന്നതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ളതുമായ 15 പ്രധാനപ്പെട്ട മോഡൽ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിനാൽ എല്ലാ ചോദ്യങ്ങളും ശ്രദ്ധയോടെ അറ്റൻഡ് ചെയ്യുക. ഓരോ ചോദ്യത്തിൻ്റെയും ശരിയുത്തരം മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. അറിയാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചിട്ട് സെറ്റാക്കി മുന്നോട്ട് പോവുക. വീഡിയോ ഉപകാരപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും പറയുക. എത്ര മാർക്ക് കിട്ടി എന്ന് തീർച്ചയായിട്ടും കമൻ്റായിട്ട് അറിയിക്കുക. ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ മോഡൽ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആര്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് ആര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, എം വിശ്വേശ്വരയ്യ ആണ്. എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ്. ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയത് എപ്പോൾ? ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയത് എപ്പോൾ? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1950 മാർച്ച് 15. 1950 മാർച്ച് 15-നാണ് ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷന് രൂപം നൽകിയത്. മൂന്നാമത്തെ ചോദ്യം, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ആരുടേതാണ് ഈ വാക്കുകൾ? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ്. ആരുടേതാണ് ഈ വാക്കുകൾ? ഉത്തരം ഓപ്ഷൻ ഡി, നെഹ്റു. ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളാണ് അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങളാണ് എന്നത്. നാലാമത്തെ ചോദ്യം, ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് 2015 ജനുവരി 1 മുതൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ പുതിയ സംവിധാനത്തിന്റെ പേര്? ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് 2015 ജനുവരി 1 മുതൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ പുതിയ സംവിധാനത്തിന്റെ പേര്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, നീതി ആയോഗ്. നീതി ആയോഗാണ് ആസൂത്രണ കമ്മീഷന് പകരം 2015 ജനുവരി 1 മുതൽ കേന്ദ്ര ഗവൺമെന്റ് നടപ്പിലാക്കിയ പുതിയ സംവിധാനം. അഞ്ചാമത്തെ ചോദ്യം, നീതി ആയോഗിന്റെ അധ്യക്ഷൻ ആര്? നീതി ആയോഗിന്റെ അധ്യക്ഷൻ? ഉത്തരം ഓപ്ഷൻ ബി, പ്രധാനമന്ത്രി. പ്രധാനമന്ത്രിയാണ് നീതി ആയോഗിന്റെ അധ്യക്ഷൻ. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി നിലവിൽ വന്നത് എപ്പോൾ? ഇന്ത്യയിൽ ചരക്ക് സേവന നികുതി അഥവാ GST നിലവിൽ വന്നത് എപ്പോൾ? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, 2017 ജൂലൈ 1-ന്. 2017 ജൂലൈ 1-നാണ് ഇന്ത്യയിൽ GST നിലവിൽ വന്നത്. ഏഴാമത്തെ ചോദ്യം, GST ഏത് തരത്തിലുള്ള നികുതിയാണ്? GST ഏത് തരത്തിലുള്ള നികുതിയാണ്? ഉത്തരം ഓപ്ഷൻ ബി, പരോക്ഷ നികുതി. GST എന്നത് പരോക്ഷ നികുതിയാണ്. എട്ടാമത്തെ ചോദ്യം, ബ്ലൂ റെവല്യൂഷൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? ബ്ലൂ റെവല്യൂഷൻ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ, മത്സ്യ ഉൽപാദനം. മത്സ്യ ഉൽപാദനവുമായി ബന്ധപ്പെട്ടതാണ് ബ്ലൂ റെവല്യൂഷൻ. അടുത്ത ചോദ്യം, ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്ക്? ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്ക്? ഉത്തരം ഓപ്ഷൻ സി, നബാർഡ്. നബാർഡാണ് ഗ്രാമീണ വികസനത്തിനും കാർഷിക വികസനത്തിനുമായി പ്രവർത്തിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത ബാങ്ക്. പത്താമത്തെ ചോദ്യം, ചെറുകിട സംരംഭകർക്കും മൈക്രോ ഫിനാൻസിനും സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്ക്? ചെറുകിട സംരംഭകർക്കും മൈക്രോ ഫിനാൻസിനും സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്ക്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, മുദ്ര ബാങ്ക്. മുദ്ര ബാങ്ക് ആണ് ചെറുകിട സംരംഭകർക്കും മൈക്രോ ഫിനാൻസിനും സാമ്പത്തിക സഹായം നൽകുന്ന ബാങ്ക്. 11ാമത്തെ ചോദ്യം, റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം? റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, മുംബൈ. റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ ആണ്. 12ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും വലിയ ബാങ്ക് ഏത്? ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും വലിയ ബാങ്ക് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി, SBI. SBI ആണ് ഇന്ത്യയിൽ നിലവിൽ ഏറ്റവും വലിയ ബാങ്ക്. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ഏത്?
ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ. ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ ആണ് ഇന്ത്യയിലെ ആധുനിക രീതിയിലുള്ള ആദ്യത്തെ ബാങ്ക്. 14ാമത്തെ ചോദ്യം, സാധാരണക്കാർക്ക് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാനുള്ള നിക്ഷേപ മാർഗം. സാധാരണക്കാർക്ക് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാനുള്ള നിക്ഷേപ മാർഗം. ഉത്തരം ഓപ്ഷൻ ഡി, മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ടാണ് സാധാരണക്കാർക്ക് ഓഹരി കമ്പോളത്തിൽ പ്രവർത്തിക്കാനുള്ള നിക്ഷേപം, അതായത് നിക്ഷേപ മാർഗം. അവസാനത്തെ ചോദ്യം, അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും ആസ്ഥാനം. അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും ആസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ സി, വാഷിംഗ്ടൺ. വാഷിംഗ്ടൺ DC ആണ് അന്താരാഷ്ട്ര നാണയനിധിയുടെയും ലോകബാങ്കിന്റെയും ആസ്ഥാനം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അറിയാത്ത ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഠിച്ചിട്ട് സെറ്റാക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്